കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമം ജോസ്ഗിരി. അങ്ങോട്ടേക്കൊരു യാത്ര പോയാലോ? നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഫുള്ള് ഗ്യാങ് കറങ്ങാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ എല്ലാവരും സെറ്റായിട്ട് നമ്മൾ ജോസ്ഗിരിക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ജോമോന്, പാപ്പന് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടുന്നത്. അവിടെ മറ്റേ മുതലാളി അവിടെ വണ്ടിയുണ്ട്, പുള്ളി ഇറങ്ങുമല്ലോ കേട്ടോ വണ്ടിയൊന്നും. പിന്നെ ഒന്ന് വഴിക്ക് കുറച്ച് ഫുഡും മേടിച്ച് നേരെ ജോസ്ഗിരി പാർക്കിൽ ഫുഡ് മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ചെറുപുഴയിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ സ്ഥിരമായിട്ട് വരാറുള്ളൊരു ഹോട്ടലാണ്. ജോസ്ഗിരിയിലേക്ക് നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നൊരു മനോഹരമായ കാഴ്ചയാണിത്. കർണാടക മലനിരകളാണത് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഏക ഹെയർ പിൻ വളവും ഇവിടെ തന്നെയാണുള്ളത്. ജോസ്ഗിരിയിലുള്ള സാന്റാമരിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ടാണ് നമ്മൾ സ്റ്റേയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തത്. നമ്മുടെ പിള്ളേരെല്ലാം ഏകദേശം ലൈവായി വരികയാണ്. അപ്പം നമുക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കൂടാൻ വേണ്ടി കിട്ടിയൊരു ചാൻസാണിത്. അതുപോലെ തന്നെ ഇവിടുന്ന് താഴേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി ഭംഗിയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ രീതിയിലാണ് ഇവിടെ ഹോട്ടൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ താമസിക്കുന്ന ആ ഹോട്ടലിൽ പൂൾ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് താഴെയുള്ള സെർവോസോണിക്കിൻ്റെ ഒരു റിസോർട്ടിൽ ആണ് നമ്മൾ പൂള് എടുത്തത്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ വന്നിട്ട് പൂളിൽ ചാടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഡ്രോൺ ഇപ്പോൾ കൊണ്ടുവരുവാൻ സോണി പറഞ്ഞതുപോലെ ഏറ്റവും മനോഹരമായ നമ്മുടെ നാടിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഡ്രോണിലൂടെയാണ്. അതിൻ്റെ ഭയങ്കര ഭംഗിയാണ് നമുക്ക് ഡ്രോണിലുള്ള ഓരോ ഏരിയൽ വ്യൂ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴും കിട്ടുന്നത്. കണ്ണൂർ ജില്ലയിൽ തന്നെ അധികം ആരും ശ്രദ്ധിക്കപ്പെടാണ്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ജോസ്ഗിരി. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. സാധാരണ നമ്മൾ നാട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്കും മറ്റ് പല സ്ഥലങ്ങളും കറങ്ങാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഇപ്രാവശ്യം എന്താണെങ്കിലും നമ്മുടെ നാട് തന്നെ നമ്മൾ കറങ്ങാൻ വേണ്ടി തിരഞ്ഞെടുത്തു. ഇപ്പം കൂട്ടുകാരെല്ലാം കൂടെ കൂടി നമ്മൾ കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു റിസോർട്ടിനടുത്ത് നമുക്ക് ഭയങ്കര ഒരു ഫ്രീഡമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടേതായിട്ടുള്ളൊരു സ്പേസിൽ നമുക്കൊന്ന് അർമാദിക്കാൻ വേണ്ടി പറ്റുന്നൊരു സ്റ്റേ ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തത്. പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ചേട്ടായി അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് പുറത്തുള്ള ആൾക്കാരെല്ലാം പുറത്തേക്ക് വരണം. ഈ സാധനം പുതിയ പഠിക്കും കേട്ടോ. ഇത് മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിന്റെ വെട്ടം കളയരുതേ. എടാ അങ്ങനെ ഒരു നൈറ്റ് സ്റ്റേക്ക് ശേഷം നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള യാത്രയേണ്ട ഒരു ദൂരം. എന്താണെങ്കിലും കൂട്ടുകാരെല്ലാവരും കുറേ കാലങ്ങൾക്ക് ശേഷം കൂടാൻ വേണ്ടി പറ്റിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.